ശരിക്കും സോഷ്യൽ മീഡിയ തുടങ്ങാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ മൊത്തം പൂവും വണ്ടും ഒക്കെയാണ്. ശരിക്കും ഈ പൂവും വണ്ടിന്റെ ക്രിയേറ്റർ ആണ് എന്റെ ഫ്രണ്ട് ഇരിക്കുന്നത്, രജത് പ്രകാശ്. വെൽക്കം ടു റേഡിയോ മാംഗോ. നല്ല ഇൻട്രോ. താങ്ക് യു സോ മച്ച്. യെസ്, ഞാൻ പറഞ്ഞു പഠിച്ചതാണ്. ഒത്തിരി അധികം റീൽസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പാട്ട് വന്നത്? അംബുജിതാണ് ഡയറക്ടർ ഒതളങ്ങാത്തൊരു സീരീസിന്റെ. അയാൾക്ക് എൻ്റെ അതിനു മുമ്പ് ഇറങ്ങിയൊരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു ട്രാക്ക് ഉണ്ട്, നെഞ്ചിൽ പഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാക്ക് ഉണ്ട്. എൻ്റെ ആഡിസ് അക്കര, ആർദ്ര മോഹൻ ഇവരൊക്കെ അഭിനയിച്ചൊരു സാധനം. അതിനെന്തോ 4 മില്യൺ ഒക്കെ ഉണ്ട് ആ ടൈമിൽ. അങ്ങനെ യൂട്യൂബിൽ കയറി പോയ മ്യൂസിക് വീഡിയോ കൾച്ചർ ഉണ്ടല്ലോ, ലവ് സോങ്സ് അങ്ങനെ കയറി പോയ സാധനം. അപ്പോൾ ഇത് എൻ്റെ ട്രാക്ക് കുറച്ചൊരു ഫോക്ക്, ഒരു അമിത് ത്രിവേദി വൈബ്സ് ഉള്ള ഒരു ടൈപ്പ് ട്രാക്കാണ്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു തുടങ്ങിത്തുരത്തിൽ അങ്ങനത്തെ പാട്ട് വേണമെന്ന് പറഞ്ഞ്. എനിക്കാണെങ്കിൽ ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കണോണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഞാൻ എന്ത് മൂഡിലാണോ അതിൽ എനിക്ക് പാട്ടുണ്ടാക്കാൻ പറ്റാറുള്ളൂ. അത് ആത്മാർത്ഥമായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിനും ഇപ്പോൾ ഹാപ്പി മൂഡാണെങ്കിൽ ഇങ്ങനെ റെഫറൻസ് എടുത്ത് ചെയ്യണ പരിപാടിയുണ്ട്. അത്ര താല്പര്യമില്ല, വൃത്തികേട് കൊണ്ടാണെങ്കിൽ ചെയ്യും. അപ്പോൾ ആ ടൈമിൽ ഞാൻ പറഞ്ഞു, ബ്രോ എനിക്ക് അങ്ങനത്തെ ഒരു മൂഡൊന്നുമല്ല, എനിക്ക് ചിരിച്ച് കളിച്ച് തമാശ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും കിട്ടില്ല, അപ്പോൾ ഫുൾ സാഡാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധനം ചെയ്ത് ആദ്യം കൊടുത്തു. അത് കുഴപ്പമുണ്ടായില്ല. ഞാനിങ്ങനെ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇയാളുടെ ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നീ കണ്ടോ ഒതളങ്ങത്തുരുത്ത്? പിന്നെ ഒതളങ്ങത്തുരുത്തായിരുന്നു നമ്മുടെ കോവിഡ് കാലത്ത് നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചൊരു സീരീസ്. ഫ്രെയിം ഒക്കെ ആ ചെറുക്കനൊക്കെ അടിപൊളിയായിട്ട് വേറൊരുത്തരായിരുന്നു കോമ്പോര്. അതിന്റെ കുറച്ച് കഴിയുമ്പോൾ ഇവര് പോയി. ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പാട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് മറ്റേ ഇവരുടെ ഒരു ഭാഷയും ഇവരുടെ ആ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നൊക്കെ രീതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മെല്ലെ 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 കുഗ് മാനത്ത് നിന്ന് എന്നെ നോക്കുന്നു മൈന 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 2 മൈന, എന്നിട്ടൊരു ഡയലോഗ് വരും, അതുപ്പനാണേ മൈനയെ പോലെയുള്ള അങ്ങനത്തെ ടൈപ്പ് സാധനം. അവരുടെ വേൾഡിലിരിക്കുന്ന ഭയങ്കര വിചിത്രമായൊരു പാട്ട്, വളരെ വിചിത്രമായിട്ടൊരു പാട്ട്. പുള്ളി അത് ഇഷ്ടപ്പെട്ടു. പുള്ളി അതിൽ കുറച്ച് ദിവസമൊക്കെ ട്രിപ്പ് ചെയ്ത് കൊള്ളാം, എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡിപ്രഷനിലും എനിക്ക് പറ്റും പാട്ടുണ്ടാക്കാന്നൊക്കെ മൂഡിലൊക്കെ പാട്ട് ചെയ്ത് കൊടുത്താണ് ഫസ്റ്റായിട്ടൊക്കെ എഴുതേണ്ടത്. ഈ ഗിരീഷ് ഷേഡി ആട്ടോ ഒരു ഫസ്റ്റ് ഇൻസ്പിറേഷൻ ഈ പാട്ടിന്റെ. ഇത് റാൻഡ് പുതിയ സ്റ്റോറി, ന്യൂ എക്സ്ക്ലൂസീവ് സ്റ്റോറി. പുതിയ ആള് വരുന്നത് ഗിരീഷ് വേണ്ടിയിട്ട് പണ്ട് അർച്ചന സമയത്തൊക്കെ പാട്ട് ചെയ്ത് കൊടുക്കാം, ചുമ്മാ പാട്ടൊക്കെ ചെയ്യാൻ പറയത്തെ. പുള്ളിക്ക് AR റഹ്മാൻ്റെ പരിപാടികളും കുറച്ച് ഈ പാട്ടിൽ പരീക്ഷണങ്ങൾ ഇഷ്ടമാണ്. പുള്ളിയുടെ കുറേ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ പറ്റിയിട്ട് ഈ പണ്ടത്തെ പാട്ടുള്ള മെലഡി പോൽ വെച്ചിട്ട് അതുപോലത്തെ പാട്ടിൽ ഇപ്പോഴത്തെ പ്രൊഡക്ഷനിലൊക്കെ വന്നത് അതൊക്കെ എങ്ങനെയായിരിക്കും, അത് ഭയങ്കര ഒരു പ്രത്യേക മെലഡിയാടാ എന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ചിന്ത എന്നാൽ ഇവനെ ചിന്തിച്ച് കടകയറാനുള്ളൊരു കഴിവ് ഉണ്ടായിപ്പോയി. എന്ത് ചെയ്യാനാ? ഈ പണ്ടത്തെ പാട്ട് എത്ര പണ്ട് വരെ പോകും? പൂന്തേനരുവി ആ ലെവലൊക്കെ. അതിൽ പറ്റേ ഈ പാട്ട് പറയാം, ഒരു പാട്ടുണ്ട്, ശ്യാമമേഘമേ നീയൻ പ്രേമ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹുക്ക് ഓർത്ത് വെക്കണ സാധനം. ഇപ്പൊ ഇല്ലുമിനാറ്റി ഇതാണ് ഹുക്ക്, റിപ്പീറ്റിംഗ് സാധനം. ഇത് പണ്ടത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഡൗൺ ആയിരിക്കും എൻ്റെ പിച്ച്. താഴെ പോയിട്ട് ഇപ്പോൾ എല്ലാം കേട്ട് എൻ്റെ ദേവി കേഴും ദൂര മന്ദിരത്തിൽ പോയി വരൂ എന്ന് കേട്ട് ശ്യാമമേഘമേ ഇങ്ങനൊരു താഴത്തെ പണ്ടത്തെ പാട്ടിൽ വേറെ സ്ട്രക്ചറായി. ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടാ. അന്നത്തെ മിക്ക പാട്ടുള്ള ഈ സാധനമുണ്ട്. എല്ലാ ഹറിബറി വേഴ്സസിൽ കൊടുത്തിട്ട് എല്ലാ കയറ്റങ്ങളും എനർജി കൊടുത്തിട്ട് ലാസ്റ്റ് ഹുക്കിലെത്തുമ്പോഴത്തേക്ക് താഴ്ത്തും. കവി ഇതാണ് പരിപാടി. അപ്പൊ ഈ ഒരു തോട്ടൊക്കെ വരാനും അതിനൊക്കെ ചിന്തയ്ക്ക് കാരണം ഗിരീഷേടിയാണ്. അപ്പൊ അത് ഇതെന്റെ തലയിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളൂ ആകെ. ഇപ്പം ഞാൻ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് പ്രൊജക്റ്റ് ഞാൻ ഒരിക്കലും ഞാൻ ജോണർ ബേസ്ഡ് ആയിരിക്കില്ല. എനിക്കിങ്ങനെ പഴയ പോലത്തെ പാട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന പാട്ട് പോലെ ചെയ്യണം, ഇതൊന്നും ആയിരിക്കില്ല എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ അവസാനമായി എൻ്റെ എന്തൊക്കെയോ ആ ലോകത്തുള്ള ആഗ്രഹങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞിട്ട് ആ മൈൻഡിൽ തന്നെ ഞാനൊരു ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ വണ്ടിനെ തേടും. ഞാൻ അന്ന് ഇവനിപ്പോൾ സ്കൂട്ടിൽ തന്നെ സമയത്ത് പറഞ്ഞാൽ ഒരു വിൻറ്റേജ് മോഡലൊരു സാധനം ചെയ്യണം, എന്തൊരു ഐഡിയ വന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ സാധനം പാടി, വണ്ടിനെ തേടും താനന താനന താനന്ന എത്ര പറയണു കേട്ടോ, അതിന് മുമ്പോട്ട് അറിയില്ലെങ്കിൽ ഇങ്ങനെ സാധനം ആയിട്ട് എനിക്ക് സിസ്റ്റം കിട്ടിയ സോഫ്റ്റ്വെയർ കിട്ടിയ ഓക്കെയാണ്. പ്രൊജക്ട് ഫയലൊക്കെ തുറന്ന് എന്തെങ്കിലും സ്കൂട്ടറിൽ പോകുമ്പോൾ ഇങ്ങനെ വരുവാണ്. അപ്പോൾ അവിടെ നിന്ന് ദാസിയുടെ വീട്ടിലെത്തിയപ്പോൾ ദാസിയുടെ വീട്ടിൽ 2 ആൾക്കാർ, അവൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ 2 ആൾക്കാരെ പരിചയപ്പെടുത്താണ്. അഖിലേഷ് പിന്നെ വേറൊരാൾ. അതൊന്നുമല്ല ഹലോ അഖിലേഷ് വേറെ അഖിലേഷ് പേരൊന്നും ഓർമ്മയില്ല കേട്ടോ, വന്നിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഈ പാട്ടുണ്ടാക്കണ സമയത്ത് ഈ മെലഡി ഐഡിയാസും ലിറിക് ഐഡിയാസൊക്കെ ഒരുമിച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ബ്ലോക്കായി പോകും എല്ലാം കൂടി, ഓവർ ക്രിയേറ്റീവായിട്ട്. ലിറിക്കും വരും ട്യൂണും വരും, എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് അപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പാടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു സിംഗർ ഉണ്ടെങ്കിൽ ടൂളായിട്ട് ഉപയോഗിക്കാം. ഈ ആളെ കൊണ്ട് പാടിച്ചു നോക്കാം, അയാളുടെ ശബ്ദത്തെ ആ എഫേർട്ട് ആൾ എടുക്കട്ടെ, നമ്മുടെ ഐഡിയാസ് ഇട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ പാടുന്നത് പൊതുവെ ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ദാസിയുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ദാസിനെ വിളിക്കും, ദാസിയും പാടും കുഴപ്പമില്ലാണ്ട്.
ദാസിയാണ് എന്നെ ട്രൈ ചെയ്യും. ഞാൻ പാടുന്നല്ല, അവനും പാടുന്നല്ല, ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് പൊതുവെ ബേസിക് ഐഡിയ മതി. മനസ്സിലായി. അപ്പോൾ ഇവിടെ ഈ പൊളപ്പ് ഭയങ്കര ഇവൻ്റെ ഒരു വേറെ ട്രാക്ക് ഉണ്ട്, അഖിലേഷ്. എനിക്ക് അപ്പോഴും രജിസ്റ്റർ ആയിട്ടില്ല കേട്ടോ. അവൻ പറയാം, എടാ ഇവനെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കടാ. ഇവൻ ഒരു പാട്ട് പാടി, അവരുടെ ഒരു പാട്ടുണ്ട്, മഴയെ പോ കാറ്റേ പോകുന്നുണ്ട്, അടിപൊളി പാട്ടത്. ഞാനങ്ങനെ കേൾക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു, കിട്ടുന്ന പാട്ടാണ്. ഒരു മഴയെ പോ കാറ്റേ പോ മഴയെ കാറ്റേ പോ എന്നിട്ട് ഭയങ്കര ഫങ്കി ആയിട്ടുള്ളൊരു ഫോക്ക് സോങ്, നൈസാണത്, അണ്ടർ റേറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ഇവനാണല്ലോ ചെയ്തത്. എന്നാ ഇന്ന് ഇരിക്കുന്നിട്ട് അവനെ കൊണ്ട് ഇരുത്തി ആദ്യം വണ്ടിനെത്തിയിട്ട് ഞാൻ പോകുമ്പോട്ട്, പിന്നെ ബാക്കി അവരെ വിളിച്ചാലേ അറിയുള്ളൂ ഇതിൻ്റെ എന്തായിരുന്നു പ്രൊസസ്. എനിക്ക് ഞാൻ ഇന്നായി കഴിഞ്ഞാൽ എനിക്ക് വലിയ ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് അവരൊന്ന് വിളിക്കാം. അഖിലേഷ്, ഇത് മമതയാണ്, റേഡിയോ മാംഗോ എന്നാണ് വിളിക്കുന്നത്. ഹായ് ഹായ് ഹായ്. നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. എന്റെ മുന്നിൽ രജത്തിരിപ്പുണ്ട്, ഫോണിൽ രഹനയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആദ്യമായിട്ടാണ് ഈ പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. അന്ന് രേത്തുന്ന വ്യക്തിനെ അറിയുന്ന പോലില്ല. അപ്പൊ ഇവനെ പരിചയപ്പെട്ട് ജസ്റ്റ് പരിചയപ്പെടാൻ തിരിച്ചു വരലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവൻ നേരെ കയറി ഇന്ന പിന്നെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഉള്ളി കയറ്റി. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഉള്ളി കയറിയപ്പോ ഇവന്റെ കയ്യിൽ ആകെ ഉള്ള ഒരു 2 ലൈനാ. ഈ വണ്ടിനെ തേടും പൂവിൻ മുട്ട്, നീ ഒന്ന് വന്നിരിക്കാമോ എന്റെ എന്നൊക്കെയുള്ള ആ ഒരു ഭാഗം മാത്രമേ എത്തിയിട്ടുള്ളൂ. ആ ഒരു 2 വരിയും കൊണ്ടാണ് റെക്കോർഡ് ചെയ്യാൻ പോയത്. ഇവൻ നേരെ കയറി എന്നെ പാടിപ്പിക്കാൻ വേണ്ടി വിടുത്തിട്ട് അതിന്റെ ഉള്ളിലെത്തിയിട്ട് എന്നോട് തന്നെ ചോദിക്കുക, എടാ ഒന്നിരിക്കാമോ, എന്നിട്ട് അവൻ തന്നെ 1-2 തവണ പാടി നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നീ വണ്ടിന് അല്ലെങ്കിൽ ഈ പൂവിന് ചുറ്റുമുള്ള കുറച്ച് സാധനങ്ങളുടെ പേര് പറ, വണ്ട്, തേന്, പൂവ്. അപ്പൊ ഞാനിങ്ങനെ എന്നിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ എല്ലാ ഞാനിങ്ങനെ അപ്പൊ തന്നെ ഇത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ എന്താ ഈ ഉദ്ദേശിക്കണേ എന്നുള്ളൊരു സാധനത്തിലാണ് നമ്മളിങ്ങനെ ഓരോന്ന് പറയണത്. ഒരു ചെറിയൊരു പേടി, ഇത് എന്റെ സംഭവം ഒന്നും അറിയാത്തതിന്റെ ഒരു ഇതുണ്ട്. എന്നിട്ട് അവൻ തന്നെ അങ്ങനെ ഇത് കൊള്ളാം എന്നിട്ട് ആ സാധനം ഇരുന്ന് അവിടെ നിന്ന് എഴുതിയിട്ട് ഓക്കെ പാടിക്കോ എന്നിട്ട് അപ്പൊ അങ്ങനെയാണ് പാടിപ്പിക്കുന്നത്. മൊത്തം ഏകദേശം രൂപ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട്, അതും അധിക സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു കൂടിപ്പോയ ഒരു 10-15-20 മിനിറ്റിന്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ, ഈ പാട്ടിന്റെ മൊത്തം സ്ട്രക്ചർ ഉണ്ടായിട്ട് എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നു. അതായത് 2 വരി പാടിക്കാനായിട്ട് സ്റ്റുഡിയോ കയറ്റുന്നു, അവിടെ ഇരുന്ന് ഒരു പാട്ട് എഴുതി റെക്കോർഡ് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? പറയുമ്പോ സിമ്പിൾ, പക്ഷെ അത്ര സിമ്പിൾ ആയിരുന്നില്ല. അയ്യോ സിമ്പിൾ സിമ്പിള്. അപ്പോ അഖിലേഷിന്റെ വേർഷൻ ഓഫ് പാട്ട് പാടുന്ന രീതിയും കഥകളും ഒക്കെ നമ്മൾ കേട്ടു. ഇനി നമ്മൾ രഹനയിലേക്കാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേമസ് ആവുന്ന ഒരു റീല്. പക്ഷെ നമ്മുടെ ഹുക്ക് ലൈൻ എന്ന് പറയുന്നത് ഈ വണ്ടും പൂവും സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ കാനനെ ആ ഒരു രീതിയിലാണ് രഹനയുടെ വോയിസ് നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നത്. അതിന്റെ ഒരു സ്റ്റോറി എന്താ? അതിന്റെ സ്റ്റോറി ഞാനിപ്പോ നേരത്തെ പറഞ്ഞത്, ഞങ്ങള് കോളേജ് മുതലേ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ, ആ ഒരു കോളേജ് കാലത്തെ ആ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇവൻ എന്ത് മ്യൂസിക് ചെയ്യുമ്പോഴും അഭിപ്രായം ചോദിക്കാനും എപ്പോഴും എന്നെ അവൻ കൺസിഡർ ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ അങ്ങനെ ഈ പാട്ട് ഞാൻ അതെ ഒട്ടുമിക്കയിൽ വരാനുള്ള സാധനങ്ങളും കുറെ സാധനത്തിൽ എനിക്ക് ഇൻസൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ എഴുതും കുറച്ച്. അപ്പൊ അങ്ങനത്തെ സജഷൻസ് കൊടുക്കും, ലിറിക്സിലാണെങ്കിലും. പിന്നെ മ്യൂസിക് എനിക്ക് ചെറുപ്പം മുതലേ പാഷനുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അവനിങ്ങനെ സാധനം വെച്ചിട്ട് ഇവിടെയാണ് ഇങ്ങനത്തെ ഒരു ഫീമെയിൽ പോർഷൻ വേണ്ട, നീ വെറുതെ ഒരു സാമ്പിൾ അയച്ചേ എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴാണ് വാട്സാപ്പ് ഞാൻ സാധനം അയക്കാം, ആ റീല് കണ്ടിട്ടുണ്ടാവുമല്ലോ, അവന്റെ സാധനം അയക്കാം, ഒന്ന് നീ കേട്ട് നോക്ക്, വെറുതെ ഇത് അയക്കുന്നു. നോക്കുമ്പോ സാധനം അവന് വേർക്കായി. പിന്നെ പാട്ട് ഇറങ്ങിയിട്ടാണോ അറിയുന്നത്? അവള് പറഞ്ഞതല്ലോ, അത്ര ഹൈപ്പൊന്നുമില്ലെന്ന് ആർക്കും. അല്ല, അതിപ്പോ എന്റെ അവസ്ഥ അങ്ങനെ തന്നെ. പാട്ട് ഇറങ്ങിയിട്ടാ ഏകദേശം ഇവനൊരു മെസ്സേജ് ആടുന്നത്, എടാ സാധനം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയ ഇതൊന്നുമില്ലേ. ഓഹോ, അടിപൊളി. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ. നൈസ് നൈസ്. അപ്പൊ ഇത് ഇറങ്ങി ഇപ്പൊ ഹിറ്റ് ആയി കഴിഞ്ഞപ്പോ ഈ നിങ്ങളുടെ 2 പേരുടെയും റെസ്പോൺസ് എന്നല്ല, വാട്ട് ഡു യു ഫീൽ? വളരെ വളരെ ഹാപ്പിയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം 2 years മുന്നേ ഇറങ്ങിയൊരു സാധനമാണല്ലോ. അപ്പൊ കേട്ടവരൊക്കെ ഇറ്റ്സ് വെരി ഡിഫറൻസ്, നല്ലതാണ്, നല്ല റെസ്പോൺസ് ആയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വലിയ മോബിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ലേ അത്. അപ്പൊ ഇതില് ഡിസേർവിംഗ് ഓഡിയൻസിൽ എത്തിയത് വളരെ ഹാപ്പിയാണ്. എല്ലാം വളരെ ഹാപ്പിയാണ്. സെയിം ലൈക്ക് കാരണം നമ്മളന്ന് പാടുമ്പോ
ഇതേപോലത്തെ ഒരു, കാരണം നമ്മളെ പാടുമ്പോ പാട്ട് ഉണ്ടാക്കിയ സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം കിട്ടിയ ഒരു റെസ്പോൺസ് ഇങ്ങനെയല്ല, ഇവൻ എന്തായി കാണിക്കുന്നത് എന്നുള്ള ഒരു മോഡിലാണല്ലോ നമ്മൾ പോകുന്നത്. അതിനുശേഷം ഞാനിതുപോലെ വീട്ടിലാണെങ്കിൽ പോയിട്ട് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം പാടിയിട്ട് വന്നിട്ടുണ്ട്, ഇവൻ എന്നെ കൊണ്ട് പെട്ടെന്ന് പാടിക്കുക, ഇതിപ്പോ എന്താവും എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു പേടിയോടുകൂടെ നോക്കിക്കണ്ടൊരു സാധനമായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അന്ന് പിന്നെ ഈ ഒതലങ്ങത്തുരുത്തിൽ ഇറങ്ങുന്ന സമയത്ത് തൊട്ടടുത്ത റൂമിലുള്ളവർ കേൾക്കുന്നു, ഇതൊക്കെ സമയത്ത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനത് അവനോട് ഷെയർ ചെയ്യും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇതിൽ ഭയങ്കര കോൺഫിഡൻസ് അന്ന് മുതൽ, പാട്ട് ഉണ്ടാക്കുന്ന സമയം മുതൽ ഇന്ന് വരെ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അത് രേത് തന്നെയാണ്. അവൻ അന്ന് മുതലേ ഈ പാട്ട് കേറൂടാ, ഇതൊരു ഭയങ്കര സാധനമാണെന്നൊക്കെ അന്ന് പറഞ്ഞെങ്കിലും 2 കൊല്ലം കഴിഞ്ഞിട്ട് അത് കേറുന്ന സമയത്ത് അതിന്റെ കൂടെ സന്തോഷവും ഇവൻ പറഞ്ഞ അന്നത്തെ സാധനം ഞാൻ കണക്ട് ചെയ്യുന്നു. ഇവൻ ഇത്രയും കോൺഫിഡൻസ് എന്റെ അമ്മേ ഒരു സാധനം കണക്ട് ആയിരുന്നു. അത് ഭയങ്കര സന്തോഷം. പിന്നെ ഫാമിലീസിന്റെയും പാരന്റ്സിന്റെ ഒക്കെ ഭയങ്കര കൂട്ടുകാരുടെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ്, നീ പാടിയതാണല്ലേ എന്നൊക്കെ ഉള്ള രീതിക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സന്തോഷം. നമ്മുടെ കൂടെ ഈ ഒരു സെഷനിലും ഈ ഒരു ഇന്റർവ്യൂവിനൊക്കെ നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഒരുപാട് താങ്ക് യു. തീർച്ചയായിട്ടും. ബൈ. ഓക്കേടാ. ഓക്കെ.